മലയാളികളുടെ പ്രിയപ്പെട്ട ഗായികയും താരവുമാണ് റിമി ടോമി. പ്രത്യേകിച്ച് പാലക്കാരുടെ സ്വന്തമാണ് റിമി ടോമി എന്ന് തന്നെ പറയാം. 1983 റിമിയുടെ ജനനം. മകളെ ഒരു കന്യാസ്ത്രീയാക്കണം എന്നായിരുന്നു റിമിയുടെ മാതാപിതാക്കളുടെ ആഗ്രഹം. എന്നാൽ ആ ആഗ്രഹത്തിന് തടസ്സമായി വന്നത് റിമിയിലെ സംഗീത വാസന തന്നെയായിരുന്നു. പള്ളിയിലെ കൊയറിൽ അസാധ്യമായി പാടിയിരുന്ന റിമി നാട്ടുകാരുടെ ശ്രദ്ധ ആകർഷിക്കാൻ തുടങ്ങി. അതിനുശേഷം നാട്ടിൻപുറത്ത് ചെറിയ ചെറിയ അവസരങ്ങൾ റിമിക്ക് ലഭിച്ചു. പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം തനിക്ക് കന്യാസ്ത്രീ ആകേണ്ട എന്നും സംഗീതത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്നും റിമി വീട്ടുകാരോട് പറഞ്ഞു. വീട്ടുകാർ ഈ ഒരു ആഗ്രഹത്തിന് പിന്തുണ നൽകുകയും ചെയ്തു. ആ സമയത്ത് റിമി ചില ട്രൂപ്പുകളിൽ പാടിത്തുടങ്ങിയിരുന്നു. അതിന് ശേഷമാണ് മിമിക്രി കലാകാരനായ നാദിർഷയെ ഗായിക പരിചയപ്പെടുന്നത്. അങ്ങനെ നാദിർഷയുമൊത്ത് കൈരളി ചാനലിൽ ഒരു സംഗീത പരിപാടിയും അവതരിപ്പിച്ചു. നാദിർഷ വഴി നടൻ ദിലീപിനെയും സംവിധായകൻ ലാൽ ജോസിനെയും റിമി പരിചയപ്പെട്ടു. അങ്ങനെ മീശ മാധവൻ എന്ന സിനിമയിൽ പാടുവാൻ അവസരവും ലഭിച്ചു. ചിങ്ങമാസം വന്നു ചേർന്നാൽ എന്ന ഗാനം സൂപ്പർ ഹിറ്റായി മാറുകയും ചെയ്തു. ആ സിനിമ മെഗാ ഹിറ്റും ആയി. റിമിയെ തേടി നിരവധി അവസരങ്ങൾ പിന്നീട് എത്തി. ബൽറാം വേഴ്സസ് താരാദാസ്, ഉദയനാണ് താരം, പട്ടണത്തിൽ സുന്ദരൻ എന്നീ സിനിമകളിൽ റിമി ആലപിച്ച ഗാനങ്ങൾ ഹിറ്റുകളായി മാറി. സ്റ്റേജ് ഷോകൾ മെഗാ ഷോകളായി മാറിയപ്പോൾ റിമി അവിടെയും ഒരു താരമായി. റിമിയുടെ നർമ്മ സംഭാഷണങ്ങൾ കുടുംബ പ്രേക്ഷകർ ആസ്വദിച്ചു തുടങ്ങി. ശേഷം നിരവധി ടെലിവിഷൻ ഷോകളിൽ ഇവർ അവതാരകയായി എത്തുകയും ചെയ്തു. ആ ഷോകളെല്ലാം തന്നെ വൻ വിജയമായിരുന്നു. കോമഡി സ്റ്റാർസ് പോലുള്ള പ്രോഗ്രാമുകളിൽ സെലിബ്രിറ്റി ഗസ്റ്റായും ഇവർ എത്തി. 2008 റിമിയുടെ വിവാഹം നടക്കുന്നത്. റോയിസ് കിഴക്കൂടൻ എന്ന ബിസിനസ്സുകാരനെയാണ് റിമി വിവാഹം കഴിച്ചത്. അങ്ങനെ ആ ദാമ്പത്യം വളരെ നന്നായി മുന്നോട്ട് പോവുകയും ചെയ്തു. ഭർത്താവുമൊത്ത് TV ഷോകളിൽ പ്രത്യക്ഷപ്പെട്ട റിമി ഏറെ സന്തോഷവതിയായിരുന്നു. എന്നാൽ പതിയെ ചില ചേർച്ചക്കുറവുകൾ അവരുടെ ജീവിതത്തിൽ ഉടലെടുത്തു. അങ്ങനെ 2019 ഇരുവരും വേർപിരിയുകയും ചെയ്തു. ഇത് റിമിയുടെ ആരാധകരെ വല്ലാതെ വേദനിപ്പിച്ചു. റോയിസ് തൊട്ടടുത്ത വർഷം തന്നെ മറ്റൊരു വിവാഹം കഴിച്ചു. എന്നാൽ റിമി ഇതുവരെ രണ്ടാം വിവാഹത്തിന് തയ്യാറായിട്ടില്ല. ഇതിനിടെ ആ വിഷയത്തെപ്പറ്റി താരം മനസ്സ് തുറന്നിരുന്നു. ആദ്യ ബന്ധത്തിൽ നടന്ന പ്രശ്നങ്ങൾക്ക് പിന്നിൽ ചില കാരണങ്ങളുണ്ട്. എല്ലാത്തിനും ഒരു കാരണമുണ്ട് എന്ന് വിശ്വസിക്കാനാണ് തനിക്കിഷ്ടം എന്നും റിമി ടോമി വെളിപ്പെടുത്തിയിരുന്നു. എന്നാൽ ഇതിനിടെ മറ്റൊരു വിവാഹത്തെപ്പറ്റി ചിന്തിക്കുന്നില്ല എന്ന തരത്തിലാണ് റിമി ടോമി സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ പ്രതികരിച്ചത്. ഇത്തരം വാർത്താവിശേഷങ്ങൾക്കായി ഞങ്ങളുടെ YouTube ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.